സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് നമ്മൾ കണ്ടു. ആ പൊള്ളയായ അല്ലെങ്കിൽ കാലിയായ ഒരു ബഡ്ജറ്റ് ജനങ്ങളെ പറ്റിക്കുവാൻ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ഗിമ്മിക്കായിട്ട് മാത്രമാണ് നമുക്ക് ആ ബഡ്ജറ്റിനെ കാണാനാവുള്ളൂ. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയുമ്പോൾ നമുക്കൊരു ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന ജനക്ഷേമ പദ്ധതികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ അവർ പലതും അത് വേണ്ടെന്ന് വെച്ചു, റദ്ദ് ചെയ്തു. അത് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, നമ്മുടെ പ്രിയങ്കരനായ പാലായുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന നേതാവായിരുന്ന ബഹുമാനായ കെ എം മാണി സാറ്, അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച കാരുണ്യ ലോട്ടറി, ആ കാരുണ്യ ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ലക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് അവർക്ക് ചികിത്സാ ധനസഹായം കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു. ഭരണം യുഡിഎഫിൽ നഷ്ടപ്പെട്ടു. ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ പ്രിയപ്പെട്ട ശ്രീ കെ എം മാണി സാർ ഒരു കാര്യം മാത്രമാണ് അന്നത്തെ മുഖ്യമന്ത്രിയോട് നമ്മളൊക്കെ കണ്ടാണ് അദ്ദേഹത്തിന് മുമ്പിൽ പോയി നിയമസഭയിൽ ആവശ്യപ്പെട്ടത്, കാരുണ്യയെ കൊല്ലരുത്, ആ കാരുണ്യ പദ്ധതി ഈ നിലനിർത്തണമെന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കാരുണ്യ പദ്ധതിയെ പിണറായി സർക്കാർ ആദ്യം തന്നെ അനുകൂലത നടത്തി. അതിനുശേഷം കേരള കോൺഗ്രസ് എം അത് ആ മാണിസാറിനെ ഉപദ്രവിച്ച എൽഡിഎഫിനൊപ്പം പോയി. അവരിന്ന് ഭരണത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു മന്ത്രിയുണ്ട്, ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മന്ത്രിയാവട്ടെ, ആ പാർട്ടിയാവട്ടെ, മാണിസാറ് തുടക്കം കുറിച്ച കാരുണ്യ പദ്ധതി ഈ പോലും തുടക്കാൻ അല്ലെങ്കിൽ നടത്താൻ തുടരാനുള്ള ഒരു വാക്ക് പോലും സംസാരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് യാതൊരു സംശയമുണ്ട്, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ട ശ്രീ കെ എം മാണി സാറിന്റെ ജന്മദിനം കൂടിയെന്ന് അദ്ദേഹം തുടക്കം കുറിച്ച കാരുണ്യ പദ്ധതി ഈ പുനഃസ്ഥാപിക്കുവാൻ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തും. അത് നടപ്പിലാക്കി നമുക്ക് ലക്ഷം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് അതിന് പ്രയോജനം ലഭിച്ചതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് നമുക്കറിയാം, ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ യാതൊരു നടപടിയുമില്ല. കാർഷിക വിളകളുടെ വില പിടിച്ചു നിർത്താൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവരുടെ 250 രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അവരുടെ ഇതുവരെയും തറവില പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ചു. നമുക്കറിയാം, ഇവിടുത്തെ പാവപ്പെട്ടവരായ തൊഴിലാളികൾ നമ്മുടെ വിലക്കയറ്റം കൊണ്ട് ഇന്ന് ദുരിതം അനുഭവിക്കുന്നു. അവർക്ക് ആ വിലക്കയറ്റത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ അല്ലെങ്കിൽ വിപണിയിൽ ഇടപെടുവാനുള്ള ഒരു നടപടിയും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുവാൻ തൃണമൂൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ PV അൻവർ, അദ്ദേഹം മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു, നാളെയും പോകുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ വിജയത്തിൽ നമുക്ക് ആർക്കും സംശയപ്പെട്ട സുനിശ്ചിതമാണ് അദ്ദേഹം വിജയിക്കും. അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനത്തിന് എല്ലാവിധമായ പിന്തുണയും നമുക്ക് കൊടുക്കാം. അദ്ദേഹത്തിന്റെ വിജയത്തോടുകൂടി തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് ഈ യോഗത്തിൽ ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി.